നമസ്കാരം. പിൻവാതിൽ നിയമനങ്ങൾക്ക് പേരുകേട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി ഈ പിണറായി വിജയൻ സർക്കാർ ഇവിടെ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള അന്യായത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ കേരള ഗവർണർ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. കാരണം ലക്ഷക്കണക്കിന് യുവതീ യുവാക്കൾ പുറത്ത് തൊഴിൽ രഹിതരായി നിൽക്കുമ്പോൾ സർക്കാർ തസ്തികകളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം പാർട്ടിക്കാരെ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇങ്ങനെ തിരികെ കയറ്റിക്കൊണ്ടാണ് പിണറായി സർക്കാർ രാഷ്ട്രീയ ലാഭം നേടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിൻവാതിൽ നിയമനങ്ങളുടെ ഒക്കെ പിന്നിൽ അഴിമതിയുടെ ഒരു വലിയ കഥയുണ്ട് എന്ന് വ്യക്തമാണ്. ഈ അഴിമതി കഥയുടെ ചുരുളഴിക്കാനായിരിക്കണം ഒരുപക്ഷെ പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസിൻ്റെ നേതാവായ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചത്. ഒന്നല്ല, അദ്ദേഹം എഴുതി തയ്യാറാക്കിയ മറുപടിക്കായി 4 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അതെല്ലാം ഈ പിൻവാതിൽ നിയമനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് 4 ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. സർക്കാർ വകുപ്പുകൾ, കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 4 വർഷമായി, 9 വർഷത്തെ കണക്കൊന്നുമല്ല, 4 വർഷമായി നടത്തിയിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളുടെ എണ്ണം എത്ര എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചിരിക്കുന്ന നേരിട്ടുള്ള വളരെ വ്യക്തമായ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ നിയമനങ്ങളിൽ സംവരണ തത്വം എന്തെങ്കിലും പാലിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു. മൂന്നാമത്തെ ചോദ്യം ജീവനക്കാരെ, ഇതിൽ എത്ര ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചിട്ടുള്ള എത്ര ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി എന്നുള്ളതായിരുന്നു. നാലാമത്തെ ചോദ്യം ഈ നിയമനങ്ങളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അഭിമുഖം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എഴുത്തു പരീക്ഷ നടത്തിയിട്ടുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും മാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ നടത്തിയിട്ടുള്ളത്? എന്നിങ്ങനെ 4 ചോദ്യങ്ങളാണ് നിയമസഭയിൽ രമേശ് ചെന്നിത്തല ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമാണ് പിണറായി വിജയൻ സർക്കാർ നൽകിയത്. അത് മറ്റൊന്നുമല്ല, സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകൾ ഇത്തരത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ കണക്കുകളൊന്നും തന്നെ സർക്കാർ തലത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല എന്ന ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ അങ്ങുമിങ്ങും തൊടാതെയുള്ള ഒരു ഉത്തരമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് നിയമസഭയിൽ പോലും പിണറായി വിജയൻ സർക്കാർ നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പിൻവാതിൽ നിയമനങ്ങളിലൊക്കെ സർക്കാരിന് എന്തോ മറയ്ക്കാനുണ്ട്. പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുള്ളതുപോലെ വലിയ അഴിമതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അക്കാര്യങ്ങൾ പുറത്തു വന്നാൽ സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അതുതന്നെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ രമേശ് ചെന്നിത്തല ഈ ചോദ്യങ്ങളിലൂടെ ചോദിച്ച വിവരങ്ങൾ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് പോലും സർക്കാർ മറച്ചു വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ പക്കൽ ക്രോഡീകരിക്കപ്പെട്ട കണക്കില്ല എന്ന് പറയുന്നത് തീർച്ചയായും അസത്യമാണ്. കാരണം സർക്കാരിന് ഒരു പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ജീവനക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വകുപ്പ് തന്നെയുണ്ട്. ആ വകുപ്പിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ആ കണക്കുകൾ വെളിപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഈ മറുപടിയിൽ തൃപ്തനല്ല. ഇതിൽ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകും എന്ന് രമേശ് ചെന്നിത്തലയും അറിയിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.